ദൈവജനമേ, കുടുംബജീവിതം ഒരു ദൈവിക പദ്ധതിയാണ്. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും പ്രതീക്ഷകളും നടപ്പിലാക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള ഇടമല്ല. വിവാഹം ഒരു കൂദാശയായി കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുൻപിൽ ദൈവത്തിന് കൊടുത്ത പ്രതിജ്ഞ ഓർക്കുന്നുണ്ടോ സഹോദര സഹോദരി? സ്നേഹമൊന്നും മനസ്സിൽ വയ്ക്കുന്നില്ല, സ്നേഹം പകപോക്കുന്നില്ല, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം സഹിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 13:4-8 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, നമ്മിൽ സ്നേഹം ഇല്ല എന്നുള്ളത്. ആദ്യം അത് തിരിച്ചറിയാം. ജീവിത പങ്കാളിയെ നന്നാക്കാൻ നോക്കാതെ സ്വയം നന്നാവാം സഹോദര സഹോദരി. വിവാഹം എന്ന കുദാശയ്ക്ക് മുൻപ് നടന്ന കണ്ടുമുട്ടലും മാട്രിമോണിയൽ സൈറ്റിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷനും ബ്രോക്കറിൻ്റെ സഹായവും ബന്ധുമിത്രാദികൾ വഴി വന്ന ആലോചനയുമൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ അടുപ്പിക്കാൻ ദൈവം ഒരുക്കിയ സംവിധാനങ്ങൾ മാത്രമാണ്. അതെ, ദൈവം ഒരുക്കിയ സംവിധാനങ്ങൾ. തോബിയാസിന് ദൈവം സാറായെ ഒരുക്കിയത് യുഗങ്ങൾക്ക് മുൻപ്. അതുകൊണ്ട് അവളെ ഒന്ന് സ്പർശിക്കാൻ പോലും തോബിയാസിന് മുൻപ് അവളെ വിവാഹം ചെയ്തവർക്ക് സാധിക്കാതെ അവരൊക്കെ മരിച്ചു പോയില്ലേ? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവരുടെ കുടുംബങ്ങളുടെയും കുറവുകളുടെ പട്ടിക നിരത്തി സാത്താനെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സും തകർത്ത് വേർപിരിഞ്ഞും കുടുംബ കോടതികളിലും കയറി ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മിൽ സ്നേഹമില്ല. ദൈവം ഒരുക്കിയ പദ്ധതിയിൽ ബോധ്യവുമില്ല, വിശ്വാസവുമില്ല. എല്ലാം വെറും കാണിച്ചു കൂട്ടലുകൾ മാത്രം. കുടുംബം പരിരക്ഷിക്കാനും അധ്വാനിച്ച് കുടുംബത്തെ നോൽക്കാനും ഭാര്യയും മക്കളെയും സ്നേഹിക്കുവാനും ഭർത്താവിനെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിധേയത്വത്തോടെ ഭർത്താവിനെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്തുവാനുമുള്ള വേദപുസ്തകത്തിലെ ദൈവ അനുശാസനകളെ കാറ്റിൽ പറത്തി വെളിവും ഇല്ലാതെ വളരെ സെൽഫിഷായി ജീവിതം നയിച്ച് സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയല്ലേ സഹോദരിമാരെ? കുടുംബം എന്ന വാക്കുകൊണ്ട് പോലും വിശേഷിപ്പിക്കാൻ കൊള്ളാത്ത അവസ്ഥയായിരിക്കുന്നു ഇന്ന് പല വീടുകളും. എന്ത് നല്ല പാഠമാണ് മക്കൾക്ക് നാം ഇന്ന് നൽകുന്നത്? മക്കൾക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി നാം ജീവിക്കണം സഹോദര സഹോദരി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് നൽകപ്പെടും. 2 പേർ വിവാഹബന്ധത്തിൽ ഒന്നാകുന്നതിൻ്റെ മിസ്റ്ററി കേവലം ശാരീരിക ബന്ധമല്ല സഹോദര സഹോദരി. പ്രത്യുത ദൈവവും ഇസ്രായേലുമുള്ള അഗാധ ആത്മീയ ബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ പ്രതിഫലനമായി അത്ഭുതങ്ങളും അടയാളങ്ങളും കോരിവാരി വിതർന്ന ഒരു അച്ചുതണ്ടായി മാറുന്നു ദാമ്പത്യബന്ധം. ദൈവത്തിന് വിശ്വസ്തരായിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ മേലുള്ള ആത്മീയ അധികാരം ഭർത്താവ് ദുരുപയോഗിക്കുന്നതിന് പകരം ദൈവത്തോട് ചേർന്ന് നിന്ന് അബ്രാമിനെ പോലെ, മോശയെ പോലെ, യൗസപിതാവിനെ പോലെ അനുഗ്രഹ വർഷങ്ങൾ ഒഴുക്കാനും അത്ഭുതങ്ങൾ നടക്കുവാനും കൈകൾ ഉയർത്തി മക്കളെയും ഭാര്യയും ആശീർവദിക്കണം. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിനെ വിധേയത്വത്തോടുകൂടി അനുസരിക്കാൻ, അവൾക്ക് പൂർണ്ണമായി അവളെ വിധേയപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ.